ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ തറമായിട്ട് മനസ്സിലായോ? നിങ്ങൾ ചെയ്ത് നോക്കി ഇപ്പോൾ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ അത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. എല്ലാവരും നോക്കിയിരുന്നോ? ട്രൈ ചെയ്തിരുന്നു അല്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഫോറക്സ് ഇതുവരെ പഠിക്കാതെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും അല്ലേ? പിപ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതും ബ്രോക്കറേജ് കാൽക്കുലേറ്ററിലുള്ള ഇൻപുട്സുകൾ കറക്റ്റായിട്ട് കൊടുക്കാനും ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഒരു റിവിഷൻ, ക്വിക്ക് റിവിഷൻ വേണോ? എങ്ങനെയാണ്? USD JPY വരുമ്പോ JPY ഇതിൽ വ്യത്യാസമില്ല, അതൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, USD JPY വരുമ്പോൾ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സംഖ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആസ്കും ബിഡും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അത് 202.89 അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇതിന് മുമ്പുള്ള 9 തുടങ്ങി ബാക്കിലോട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യണത്. അപ്പോൾ 202.89 അല്ലേ? 2,20,289 മൈനസ് 20,285. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 202 രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതായത് 89 മൈനസ് 85 ഇസിക്കൽ ടു 4. 4 പിപ്സാണ് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? നമ്മൾ ബാക്കിയുള്ള പേഴ്സിലൊക്കെ ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് നാലാമത്തെ സംഖ്യയാണ് നോക്കുക. പോയിന്റ് കഴിഞ്ഞ് നാലാമത്തെ സംഖ്യ, അതായത് 84 മൈനസ് 81. ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒറ്റ ലുക്കിൽ തന്നെ പിപ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാവണം. കാരണം ഫോറക്സ് ട്രേഡർ എന്ന് പറയുമ്പോൾ മിനിമം ഇതുപോലെ സ്റ്റോപ്പ് ലോസും പിപ്സൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ആവശ്യം വരും. ഒരു കറൻസി പെയർ നോക്കിയാൽ ഇപ്പോൾ പിപ്സ് കൂടുതലാണോ കുറവാണോ, ഏത് പെയറിനാണ് പിപ്സ് കൂടുതൽ കുറവ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 84 മൈനസ് 81. അപ്പോൾ നമ്മൾ പോയിന്റ് കഴിഞ്ഞ് നാലാമത്തെ സംഖ്യ തുടങ്ങി ബാക്കിലോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. JPY വെച്ചുള്ള പെയേഴ്സിൽ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ തുടങ്ങി ബാക്കിലോട്ട്. ഓക്കെ, ദെൻ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ? അതിൻ്റെ പർപ്പസ് അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്താണ് ഇതിൻ്റെ പർപ്പസ്? ബ്രോക്കറേജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ആക്ച്വലി എന്താണ്? കറക്റ്റ്. നമുക്ക് ക്വാണ്ടിറ്റി എത്ര ബൈ ചെയ്യണം അല്ലെങ്കിൽ സെല് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആക്ച്വൽ പർപ്പസ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ ട്രേഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ AUD എന്ന് പറയുന്നൊരു ട്രേഡ് നമ്മൾ ഈ ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നൊരു പോയിന്റിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചു, ഇവിടെ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു പ്രൈസ് ഈ ഒരു ലോയുടെ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടം തുടങ്ങി ഇവിടം വരെ ഇത് ഒരു ഹയർ ടൈം ഫ്രെയിമാണ്, 4 മണിക്കൂറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ഇത്രയും പിപ്സുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് വിചാരിക്കുന്നു, ഇവിടെയായിട്ട് ഇവിടെ നമ്മൾ ടാർഗറ്റ് വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് നമ്മുടെ കയ്യിലൊരു $1000 ഉണ്ടെന്ന് വിചാരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 2% റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം ഒരു $20 നമുക്ക് മാക്സിമം ഈ ഒരു ട്രേഡിൽ ലോസ് വരാൻ പാടുള്ളൂ. അപ്പോൾ $20 റിസ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ചെയ്യണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ളതാണ് നമ്മൾ നോക്കുക അല്ലേ? ഇപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ സ്റ്റോപ്പ് ലോസ് വലിയ സ്റ്റോപ്പ് ലോസ് ആവും. ഓക്കെ, ഇവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ്? 14 പിപ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം 14 പിപ്സ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈസ്
നിൽക്കുന്ന സ്പേസ് അല്ലേ, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന സ്പേസ് ഇവിടെ ഒരു ഗ്രേ കളറിലാണ് കാണാൻ പറ്റുക. എന്താ ഇതെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാനിതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റാറ്റിക് ആക്കി നിർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിന്നിരുന്നത് നമ്മൾ പറഞ്ഞപ്പോൾ 1.6280 ഈ രണ്ടിന് വലിയ വാല്യൂ ഇല്ല, അതുകൊണ്ട് നമ്മളത് കൗണ്ട് ചെയ്യുന്നില്ല. ആ 80 നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 280 നിന്ന് 265 അല്ലേ, 80 - 65 15. അപ്പോൾ ഇവിടെ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം 14 പിപ്സും 6 പിപ്പറ്റും. അപ്പോൾ ഏകദേശം 15 പിപ്സാണ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ അതാണ് സ്റ്റെപ്പ് നമ്പർ 1. അത് മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. അപ്പോൾ അത് വളരെ ഈസിയാണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 14 അല്ലേ, ഒറ്റയടിക്ക് നമുക്കത് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ വേറൊരു പെയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാണ്, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ 5 അല്ലേ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്ന് അത് കണ്ടുപിടിച്ചാൽ ഒറ്റയടിക്ക് തന്നെ കാണാവുന്ന തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 18. ഇത് ജപ്പാനീസ് CN ആണ്, AUD JPY. അപ്പോൾ ലാസ്റ്റത്തെ സംഖ്യ കണ്ടില്ല എന്നിരിക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് ബാക്കി 18 അല്ലേ. അപ്പോൾ AUD JPY 18 പിപ്സാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 18 പിപ്സാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 18 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, AUD JPY ഓർത്ത് വയ്ക്കും അല്ലെങ്കിൽ കോപ്പി ചെയ്യും. അതിനുശേഷം കറൻസി പെയറിൽ AUD JPY അടിച്ചു കൊടുക്കും. നമ്മുടെ കയ്യിലുള്ള കറൻസി 1000 ആണ് അല്ലേ, $1000 അക്കൗണ്ട് കറൻസി USD ആണ്, സൈസ് 1000. അതിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് 2%. അപ്പോൾ 2 അടിച്ചാൽ മതി, പെർസെൻറ്റേജ് അടിക്കേണ്ട, കാരണം പെർസെൻറ്റേജ് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൈസയാണ് അടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ മണി എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും എത്ര $. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 20 അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കെപ്പോഴും ഇതൊരു സ്വാപ്പ് വിത്ത് റിസ്ക് ചൂസ് ചെയ്യുന്നതാണ്, അതായത് ഇവിടെ റിസ്ക് ടു റിവാർഡ് പെർസെൻറ്റേജ് കാണണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 അടിച്ചാൽ മതി, അതാണല്ലോ ഈസി. സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 15 അല്ലേ, ഇവിടെ എത്രയായിരുന്നു, 18 അല്ലേ, 18. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് .18 മൈക്രോലോട്ട് വാങ്ങിയാലാണ് നമുക്ക് $20 നഷ്ടപ്പെടുക. അപ്പോൾ .18 മൈക്രോലോട്ടാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് അടിവരായിട്ട് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ലൈവ് ക്ലാസ്സിലാണെങ്കിൽ, ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളോട് ഒരു 2-3 എക്സാമ്പിൾസ് എടുത്ത് തന്നിട്ട് നിങ്ങളോട് ചെയ്യാനാണ് പറയുക. ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ സ്വയം ചെയ്യുക. ഒരു 2-3 കറൻസി പെയേഴ്സ് എടുക്കുക, അതിലിതുപോലെ ഷോർട്ട് പൊസിഷൻ ലോങ് പൊസിഷൻ ടൂൾ ഇവിടെ കിട്ടും, അതെടുത്തിട്ട് അളക്കുക. നമ്മൾ കൃത്യമായിട്ട് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട, നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾ വാങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക അല്ലേ, ഏതെങ്കിലും ഒരു പെയർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ EURCAD അതിവിടെ നിന്ന് വാങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതായിട്ട് സങ്കല്പിക്കുക, ഇവിടെ ടാർഗറ്റ് വെക്കുന്നതായിട്ട് സങ്കല്പിക്കുക അല്ലേ. ഇപ്പോൾ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 39 പിപ്സ്. അപ്പോൾ ഈ EURCAD എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഒന്ന് ഫ്ലുവൻ്റ് ആവാതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫോറക്സിൽ പല പല ഓർഡർ ടൈപ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഫോറക്സിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേൾഡിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് MetaTrader 5. ഇതാണ് ആപ്പ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പല പല ഓർഡേഴ്സ് ഇടാൻ പറ്റും. അതായത് നമുക്കൊരു കറൻസി പെയർ വാങ്ങണമെങ്കിൽ അത് നമ്മളൊരു ഓർഡർ ഇട്ടിട്ടാണ് വാങ്ങുക. ഇത്ര രൂപയ്ക്ക് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര പിപ്സ് മുകളിലേക്ക് പോകുമ്പോഴോ താഴത്തേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇത്ര വാല്യൂ എത്തുമ്പോൾ നമുക്ക് വേണം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇട്ടിട്ടാണ് വാങ്ങുക. അപ്പോൾ അതാണ് ഓർഡർ ടൈപ്സ് എന്ന് പറയുന്നത്. പലതരം ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് MetaTrader 5 എന്നുള്ളത് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, എന്നിട്ട് .apk എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ APK ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം.
അപ്പോൾ അത് കഴിയുമ്പോൾ അതിലൊരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാട്രേഡർ 5 നമുക്ക് ആപ്പ് എടുത്ത് കാണാം. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് ഇത്രയും ഓർഡേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ പൊതുവേ ഒരു 6 ഓർഡർ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഒരെണ്ണം വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള വാല്യൂവിന് വാങ്ങാമെന്നുള്ളതാണ്, പ്രൈസിന് വാങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് 1.6153 ആ പ്രൈസിന് നമുക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏകദേശം ഇവിടെ നിന്ന് അടിച്ചു നോക്കാം. MT5 order times. ഇതുപോലെയാണ് MT5 പ്ലാറ്റ്ഫോം കാണാം. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇത് AUD USD എന്ന് പറയുന്ന പേരാണ്. അപ്പോൾ അതിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആണ് വരാം. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓർഡർ ടൈപ്പ്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഓർഡർ ടൈപ്പ് പ്ലേസ് ചെയ്യേണ്ടത്. അതിന് തൊട്ട് താഴെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് 1 ലോട്ടാണ് ഇതിൽ കിടക്കുന്നത്, ഈ പിക്ചറിൽ കിടക്കുന്നത്. ഡിഫോൾട്ടായിട്ട് 00 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു മൈക്രോ ലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 0.01 അടിക്കുക, ഒരു മിനി ലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 0.10 എന്ന് അടിക്കുക, ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണെങ്കിൽ 1 അടിക്കുക, ഒരു 1 അടിച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർജറ്റുമാണ് ഇവിടെ വെക്കേണ്ടത്. SL എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, TP എന്ന് പറഞ്ഞാൽ ടാർജറ്റ് അല്ലേ. അപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊരു സ്പേസ് എത്തുമ്പോഴാണോ നമ്മൾ അവിടുന്ന് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്, നമ്മൾ വാങ്ങിച്ചൊരു ഉൽപ്പന്നം നമ്മൾ വിറ്റാലല്ല അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. എക്സിറ്റ് ചെയ്യുന്നത് ആ ഒരു ലെവലിനെയാണ് നമ്മൾ ടാർജറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൈസ് എവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആ ഒരു ലെവല്. ഇനി നമ്മൾ വിചാരിക്കാത്തൊരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി ഏതെങ്കിലും ഒരു സ്പേസിൽ എത്തുമ്പോൾ നമ്മൾ ആ ട്രേഡ് നിലവിലുള്ള ലോസിനെ എക്സിറ്റ് ചെയ്ത് ആ നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഓർഡർ, ഇത്ര വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേഡ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ബ്രോക്കർക്ക് കൊടുക്കുന്ന ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് അല്ലേ. അപ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെയും ടാർജറ്റ് ഇവിടെയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ട്രേഡ് എടുക്കുമ്പോൾ ഫില്ല് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ കാണിക്കുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആണ്. അതായത് 0.77678, അതുപോലെ 694. അപ്പോൾ ഇതിൽ ഹയർ പ്രൈസാണ് ആസ്ക് പ്രൈസ്. നമ്മൾ പഠിച്ചു എന്താണ് ആസ്ക് പ്രൈസ്, എന്താണ് ബിഡ് പ്രൈസ്, എന്താണ് സ്പ്രെഡ്. അപ്പോൾ ഇത് ഹയർ പ്രൈസ് ആയിരിക്കും എപ്പോഴും ആസ്ക് പ്രൈസ് ബൈ ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇനി ഷോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഷോർട്ട് ചെയ്യണതിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ, ഷോർട്ട് സെല്ലിങ്. ഷോർട്ട് സെല്ല് ചെയ്യാൻ ടൈമിൽ നമ്മൾ ആദ്യം സെല്ല് ചെയ്യണം. അപ്പോൾ ഇത് നേരെ മറിച്ചായിരിക്കും. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ വലിയ വില കൊടുക്കേണ്ടി വരും, വിൽക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയ വിലയ്ക്കേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് ആസ്ക് പ്രൈസ്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ബിഡ് പ്രൈസ്. അപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഓർഡർ ആണ് ഇവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വാങ്ങുകയാണെങ്കിൽ ഈ 77694 നമ്മൾ വാങ്ങാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ബൈ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ടൈപ്പാണ്. അപ്പോൾ ഇതുപോലെ പല ഓർഡർ ടൈപ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓർഡർ. അപ്പോൾ അതിനൊരു പര്യായമാണ് ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്നാൽ കാണണമെന്നില്ല, ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ എന്നാണ് കാണാം. അതിനെയാണ് വിളിക്കുന്നത് മാർക്കറ്റ് ഓർഡർ. അതായത് മാർക്കറ്റിലുള്ള പ്രൈസിന് നമ്മൾ വാങ്ങുന്നു. ഇനി പെൻഡിങ് ഓർഡേഴ്സ്. ബേസിക്കലി പെൻഡിങ് ഓർഡേഴ്സിനെ പലതരത്തിൽ നമുക്ക് തിരിക്കാം, 3 ഗണമായിട്ട് തിരിക്കാം.
അതിൽ തന്നെ സ്റ്റോപ്പ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ ഉണ്ട്. അപ്പം ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. സ്റ്റോപ്പ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓർഡറിന് ഇവിടെ കണ്ടോ, ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ എന്നാണ് കാണുക. അപ്പോൾ മാർക്കറ്റ് ഓർഡർ കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ. ഇപ്പം ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ബൈ ലിമിറ്റ് ഓർഡർ ഉണ്ട്, സെൽ ലിമിറ്റ് ഓർഡർ ഉണ്ട്. ഇപ്പോൾ ബൈ ലിമിറ്റ് ഓർഡർ ഇടുന്നത് നമ്മൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിൻ്റെ താഴെയുള്ളൊരു പ്രൈസിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അത് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറയാം. നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കിൻ്റെ വിലയല്ലേ. ഒരു 1000 രൂപയിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് നിൽക്കുകയാണെങ്കിൽ 995 എത്തുമ്പോൾ അത് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ലിമിറ്റ് ഓർഡറാണ്, ബൈ ലിമിറ്റ് ഓർഡറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ട് എടുക്കാം, യൂറോ USD അല്ലേ. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഇവിടെയാണ്. നമുക്കൊരു ബ്ലൂ ലൈൻ രേഖപ്പെടുത്താം. പക്ഷെ നമുക്ക് വേണ്ടത് ഈ പ്രൈസിനാണ്. നമുക്കൊരു ഗ്രീൻ ലൈൻ രേഖപ്പെടുത്താം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വാങ്ങണം. ഇപ്പോൾ വാങ്ങണ്ട, ഇവിടെ എത്തുകയാണെങ്കിൽ മാത്രം വാങ്ങണം. ഇവിടെ എത്തിയില്ലെങ്കിൽ എനിക്കത് വേണ്ട. ഇങ്ങനെ ഇടുന്ന ഓർഡറിനെ പറയുന്ന പേരാണ് ലിമിറ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചാർട്ട് അടുത്ത സെക്ഷൻ തുടങ്ങി നമ്മൾ ചാർട്ട് കാര്യങ്ങളൊക്കെ പരിചയപ്പെടും. ഈ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ചാർട്ട് ബേസ് ചെയ്തിട്ട് പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാനുള്ള സാധ്യത, മുകളിലേക്കാണോ താഴ്ത്തിക്കാണോ എന്നൊക്കെ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർഡർ ടൈപ്സ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് അതിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കും. അപ്പം ഇനി സെൽ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിലവിലുള്ള പ്രൈസിൻ്റെ മുകളിലുള്ളൊരു പ്രൈസിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് 1000 രൂപയിലാണ് പ്രൈസ് അല്ലേ. 1000 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് എന്ന് പറയും. പക്ഷേ നമുക്കിത് വിൽക്കണം എന്നുണ്ട്. നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ച ഒരു സ്റ്റോക്കാണെന്ന് വിചാരിച്ചോ, നമുക്കിത് സെല്ല് ചെയ്യണം. പക്ഷെ നമുക്കിപ്പോൾ ഇത് സെല്ല് ചെയ്യണ്ട. പ്രൈസ് മൂവ് ചെയ്ത് ഒരു 1020 എത്തിയാൽ മാത്രമേ എനിക്ക് സെല്ല് ചെയ്യാൻ താല്പര്യമുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി 1020 എത്തണ വരെ നോക്കിയിരിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, 1020 ഒരു സെൽ ലിമിറ്റ് ഓർഡർ കൊടുത്ത് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് എവിടെയാണ്? 1000-ലാണ്. അപ്പോൾ 1020 ഒരു സെൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് 1020 എത്തുമ്പോൾ മാത്രം അത് വിറ്റുപോകും. അഥവാ അത് പ്രൈസ് 1020 എത്തിയില്ല, നേരെ തിരിച്ച് താഴേക്ക് പോവുകയാണെങ്കിൽ അത് വിറ്റ് പോവില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് സെൽ ലിമിറ്റ് ഓർഡർ എന്ന് പറയുക. ക്ലിയർ ആയി? അപ്പോൾ ഇൻ ഷോർട്ട് ഡെഫിനിഷൻ, ടു സെല്ല് എ പ്രൈസ് എബോവ് ദ മാർക്കറ്റ് പ്രൈസിന് മുകളിലുള്ള പ്രൈസിൽ നിന്ന് സെല്ല് ചെയ്യാൻ സെൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസിന് താഴെയുള്ളൊരു പ്രൈസിൽ നിന്ന് ബൈ ചെയ്യാൻ നമ്മൾ ബൈ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയി? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഫോറക്സ് മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് അല്ലേ. ഇന്ത്യൻ പ്രൈസിൻ്റെ എക്സാമ്പിൾ വളരെ ഈസിയാണ്. 1000 രൂപയിൽ നിൽക്കുമ്പോൾ 998 വാങ്ങണമെങ്കിൽ നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? ബൈ ലിമിറ്റ് ഓർഡർ. ഇനി നമുക്ക് 1000 രൂപയിൽ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചോണ്ടെന്ന് വിചാരിച്ചു ആ സ്റ്റോക്ക്. നമുക്കൊരു 1005 രൂപ എത്തുമ്പോൾ മാത്രമേ വിൽക്കാൻ താല്പര്യമുള്ളൂ, കുറച്ചുകൂടി വില കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? 1005 നമ്മളൊരു സെൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കും. അപ്പോൾ 1005 എത്തുമ്പോഴേ അത് വിറ്റ് പോവുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റോപ്പ് ഓർഡർ. അപ്പോൾ മൊത്തം മാർക്കറ്റ് ഓർഡേഴ്സിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. മാർക്കറ്റ് ഓർഡർ, ലൈവ് ഓർഡർ, പിന്നെ പെൻഡിങ് ഓർഡർ. ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കാണുന്ന പ്രൈസിന് വാങ്ങാൻ. പെൻഡിങ് ഓർഡറിൽ ആദ്യത്തെയാണ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്തൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഓർഡർ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് നിലവിലൊരു പ്രൈസ് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 രൂപയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
ഒരു 1005 ക്രോസ് ചെയ്യുമ്പോൾ നമുക്കത് വാങ്ങാൻ താല്പര്യമുണ്ട്. ഓക്കെ, 1005 ക്രോസ് ചെയ്യുമ്പോൾ നമുക്കത് വാങ്ങാൻ താല്പര്യമുണ്ട്. അതിനാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുക. അതായത് മാർക്കറ്റ് ഇവിടെ എത്തിയാൽ ഇത് ക്രോസ് ചെയ്താൽ മാത്രമേ വാങ്ങുള്ളൂ. താഴത്തേക്ക് പോയാലും വാങ്ങില്ല, മുകളിലേക്ക് പോയാലും വാങ്ങില്ല, മുകളിലേക്ക് ഇവിടെ വരെ പോയാലും വാങ്ങില്ല. ഇത് ക്രോസ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ വാങ്ങുള്ളൂ. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിലവിലുള്ള പ്രൈസിൻ്റെ താഴേന്ന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ഓർഡർ. ഇപ്പോൾ നമുക്ക് അറിയാം മാർക്കറ്റ് ഇനി താഴേക്കാണ് പോകണമെന്ന് നമുക്കൊരു നിശ്ചയമുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് താഴെ ഉള്ളൊരു പ്രൈസിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്കത് സെല്ല് ചെയ്യേണ്ടു. ഇപ്പോൾ സെല്ല് ചെയ്യണ്ട. അപ്പോൾ അത്ര നേരം നമുക്ക് നോക്കിയിരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെൽ സ്റ്റോപ്പ് ഓർഡറാണ് ഇടുക. അപ്പോൾ പ്രൈസ് എപ്പോഴാണോ ആ ഒരു വിലേനെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ സെല്ല് ചെയ്യും. അതായത് ഇത് പെൻഡിങ് ഓർഡർ വിഭാഗത്തിലാണ് പെടുന്നത്, ഇപ്പോൾ എക്സിക്യൂട്ട് ആവുന്നില്ല. അപ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ഇതുപോലുള്ള പല പല ഓർഡർ ടൈപ്സുകൾ പല കോണ്ടെക്സ്റ്റിൽ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. കോണ്ടെക്സ്റ്റുകൾ നമുക്ക് വഴി കാണാം അല്ലേ, സിമ്പിളല്ലേ? ലിമിറ്റ് ഓർഡർ നിലവിലുള്ള പ്രൈസിൻ്റെ താഴേന്ന് വാങ്ങാൻ, സ്റ്റോപ്പ് ഓർഡർ നിലവിലുള്ള പ്രൈസിൻ്റെ മുകളിൽ നിന്ന് വാങ്ങാൻ അല്ലേ. ഇനി വിൽക്കേണ്ട കേസ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ നിലവിലുള്ള പ്രൈസിൻ്റെ മുകളിൽ നിന്ന് വിൽക്കാൻ, സ്റ്റോപ്പ് ഓർഡർ നിലവിലുള്ള പ്രൈസിൻ്റെ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ വിൽക്കാൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനിയൊരു ഓർഡർ ടൈപ്പും കൂടി ഉണ്ട്. സ്റ്റോപ്പും ലിമിറ്റും നമ്മൾ പഠിച്ചു. ഇത് രണ്ടും കൂടി കൂടിയിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓർഡർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ തന്നെ ബൈ സ്റ്റോപ്പ് ലിമിറ്റും ഉണ്ട്, സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബൈ വെർഷൻ കാണാം. അതായത് ഇപ്പോൾ പ്രൈസ് ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ബ്ലാക്ക് കളറിൽ വരയ്ക്കാം. ഇതാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ വില മാർക്കറ്റിൽ ഇട്ട് വയ്ക്കുകയാണ്. ഈ ഒരു വിലയിൽ വന്നതിന് ശേഷം അതിൻ്റെ താഴെ വേറൊരു വില ഇട്ട് വയ്ക്കുകയാണ്, രണ്ട് വില. അപ്പോൾ ബ്ലൂ ലൈൻ ആൻഡ് ഗ്രീൻ ലൈൻ രണ്ട് മാർക്കറ്റ് ലെവൽസാണ്, പ്രൈസാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓർഡർ, നമ്മൾ കൊടുക്കുന്ന കമൻറ്റ്, ബ്രോക്കർക്ക് കൊടുക്കുന്ന കമൻറ്റ് പ്രൈസ് മൂവ് ചെയ്ത് ഈ ബ്ലൂ ലൈനിൽ തട്ടിയതിന് ശേഷം പിന്നീട് ഈ ഗ്രീൻ ലൈനിലേക്ക് വരണമെങ്കിൽ മാത്രം എനിക്കത് മതി. മനസ്സിലായോ? അപ്പോൾ സെൽ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർഡർ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ഇവിടെ ഒരു ഓർഡർ ഇടാനുള്ള കോൾ ഉണ്ടാവും, ഇവിടെ ഒരു ഓർഡർ ഇടാനുള്ള കോൾ ഉണ്ടാവും. അപ്പോൾ ഇതിനൊന്നിനെ ട്രിഗർ എന്നാണ് പറയുക. ട്രിഗർ TG, ട്രിഗർ. രണ്ടിനെ കോമൺ പ്രൈസ് എന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വൽ പ്രൈസ് എന്ന് വെറുതെ പറഞ്ഞാൽ ആക്ച്വൽ പ്രൈസാണ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ട്രിഗർ പ്രൈസ്, അതായത് ഈ ബ്ലൂ ലൈൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു 1000 രൂപയിൽ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഒരു 1000 രൂപയിൽ. ഇപ്പോൾ നമ്മൾ ബ്രോക്കറോട് പറയാണ് 1000 രൂപ കയറി 1010 രൂപയിൽ വന്നാൽ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് 1005 എത്തിയാൽ മാത്രം എനിക്കിത് വാങ്ങണം. അപ്പോൾ കണ്ടീഷൻ നമ്പർ 1 ആദ്യം തന്നെ 1010 എത്തണം. കണ്ടീഷൻ നമ്പർ 2 അതിനുശേഷം അപ്പോഴും വാങ്ങുന്നില്ല, അതിനുശേഷം 1005 എത്തണം. എങ്കിൽ മാത്രം ഇത് നമുക്ക് മതി. അപ്പോൾ രണ്ട് പ്രൈസിനെ നിർവചിച്ചിട്ടാണ് നമ്മളൊരു ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട വരാറുണ്ട്. പല പല ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിൽ പല പല കോണ്ടെക്സ്റ്റുകൾ നമുക്ക് മാറി മറിച്ചൊക്കെ യൂസ് ചെയ്യേണ്ട വരാറുണ്ട്. ക്ലിയർ അല്ലേ? ഓർഡർ ടൈപ്സ്. ഈ ട്രിഗർ പ്രൈസിൽ ടച്ച് ചെയ്തില്ലെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല. ഇല്ല. അപ്പോൾ ട്രിഗർ പ്രൈസ് ആണ് മേളിൽ കിടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റോക്കിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ റിയാലിറ്റിയിൽ ഇത് എങ്ങനെ വരും? 1.1629 ഇപ്പോൾ നിൽക്കുന്നത്. ഉദാഹരണത്തിന് 1.1640 എത്തിയിട്ട്
വീണ്ടും 1.1629 അല്ലെങ്കിൽ 28. അപ്പോൾ അത് ഇപ്പോഴത്തെ പ്രൈസ് വെക്കണമെന്നില്ല, 35 ആവാം. 1.16 വരെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് അല്ലേ. അതിനുശേഷമുള്ള 2 കാര്യമാണ് നമ്മൾ പറയുന്നത്. 28 ഇപ്പോൾ നിൽക്കുന്നത്, 40 വീണ്ടും 35 വരാണെങ്കിൽ എനിക്ക് വേണം. അങ്ങനെയാണ് നമ്മളൊരു ഓർഡർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സന്ദർഭങ്ങൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പതുക്കെ ഈ ചാർട്ട് അനാലിസിസ് പഠിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇത്തരം ഓർഡർ ടൈപ്സുകൾക്കെല്ലാം ഡിഫറെൻറ്റ് പർപ്പസാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടത് ഒന്ന് മാർക്കറ്റ് ഓർഡർ, അതിനൊരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ചോദിക്കുന്ന ആസ്ക് പ്രൈസിന്, ഇവിടെ കാണിക്കുന്ന ആസ്ക് പ്രൈസിന് നമുക്കത് കിട്ടും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് 6 ഓർഡർ ടൈപ്സ് ആണ്. പെൻഡിങ് ഓർഡേഴ്സ് 6 എണ്ണം, അതിൽ 3 എണ്ണം നമ്മൾ പഠിച്ചാൽ മതി. അത് നേരെ തലതിരിച്ചിട്ടാൽ സെൽ ഓർഡേഴ്സായി. അപ്പോൾ 3 എണ്ണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ലിമിറ്റ് ഓർഡർ, പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റോപ്പ് ഓർഡർ, പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രൈസിൻ്റെ താഴേൽ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങണം. അതായത് ഇപ്പോൾ പ്രൈസ് ഇവിടെ നിൽക്കുന്നു, എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് വേണം, അവിടെ വരണമെങ്കിൽ മാത്രം മതി. അതാണ് ലിമിറ്റ് ഓർഡർ. ഇനി സ്റ്റോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രൈസിൻ്റെ മേലെയുള്ളൊരു പ്രൈസ് ക്രോസ് ചെയ്യുമ്പോൾ വാങ്ങണം. മുകളിലേക്ക് പോയി ഈ ഒരു പ്രൈസ് ക്രോസ് ചെയ്താൽ വാങ്ങണം. 1000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു, 1010 നമ്മൾ സ്റ്റോപ്പ് ഓർഡർ ഇട്ടാൽ 1010 ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത് വാങ്ങുള്ളൂ. ഇനി ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത് പക്ഷേ വളരെ യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ട്രെൻഡ് ട്രേഡിങ്ങിൽ. ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡറാണ്. ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. അതിൻ്റെ ബൈ വെർഷനെ, വാങ്ങേണ്ട വെർഷൻ നമ്മൾ പറയുക ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ, വിൽക്കേണ്ട വെർഷൻ നമ്മൾ പറയുക സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക. 2 പ്രൈസ് ഉണ്ടായിരിക്കും അല്ലേ. സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ 2 പ്രൈസ് ഉണ്ടായിരിക്കും. ഒന്ന് ട്രിഗർ പ്രൈസ്, അതാണ് ഞാനിവിടെ ബ്ലൂ കളറിൽ വരയ്ക്കുന്നത്. 2 ആക്ച്വൽ പ്രൈസ്, അതാണ് ഞാനിവിടെ ഗ്രീൻ കളറിൽ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിനടുത്ത്, ഇവിടെ എക്സ്ചേഞ്ച് അല്ല പകരം ബ്രോക്കറാണ് അല്ലേ, ബ്രോക്കറിൻ്റെ അടുത്തേക്ക് ഒരു കമൻറ്റ് കൊടുക്കുന്നത്, സി ബ്രോക്കർ, എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്രൈസ് ഇവിടെ എത്തിയതിന് ശേഷം വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രം വേണം. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ക്വിസ് കണ്ടക്ട് ചെയ്യാം. കാരണം ഇതും പഠിച്ചാൽ പോരാ, നമ്മുടെ മനസ്സിലത് കൊണ്ടു നടക്കണമെങ്കിൽ നമുക്കത് ആവർത്തനം വേണം അല്ലേ. അപ്പോൾ നിലവിലുള്ള പ്രൈസിൻ്റെ താഴേന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? ലിമിറ്റ് ഓർഡർ. ഏതാണ്? ബൈ ലിമിറ്റ്. അല്ല, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ബൈ എന്ന് പറയുമ്പോൾ വാങ്ങാം, വിൽക്കാന്ന് പറഞ്ഞാൽ സെല്ലല്ലേ. ഇപ്പം സെല്ല് വെച്ചിട്ടുള്ള ഒരു ഓർഡർ, നിലവിലുള്ള പ്രൈസിൻ്റെ താഴെയുള്ളൊരു പ്രൈസിന് വിൽക്കാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക്. ഇപ്പോൾ 1000 രൂപയിൽ നിൽക്കുന്നു, 995 ക്രോസ് ചെയ്യുമ്പോൾ വിൽക്കണം. അപ്പോൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുക സെല്ല് വെച്ചിട്ടാണ് പറയുക. സെല്ല് ലിമിറ്റ് സ്റ്റോപ്പ് ആണ്. കറക്റ്റ്, സെൽ സ്റ്റോപ്പ് ഓർഡർ അല്ലേ. പിന്നെ മറ്റാരെങ്കിലും പറയൂ, നിലവിലുള്ള പ്രൈസിൻ്റെ മുകളിലൊരു പ്രൈസിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും നിലവിലുള്ള പ്രൈസിലെത്താണെങ്കിൽ വാങ്ങണം. ഇപ്പം 1000 രൂപയിലാണ് നിൽക്കുന്നത്, 1010 എത്തിയിട്ട് വീണ്ടും 1000 എത്തിയാൽ വാങ്ങിയാൽ മതി. അപ്പോൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? സ്റ്റോപ്പ് ലിമിറ്റ് അല്ല. ഓക്കെ, ഇത് സ്റ്റോപ്പ് ലിമിറ്റ് കറക്റ്റാണ്. സ്റ്റോപ്പ് ലിമിറ്റ് അല്ലേ, ബൈ സ്റ്റോപ്പ് ലിമിറ്റ്. വാങ്ങല്ലേ വേണ്ട, അപ്പോൾ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്നാണ് പറയാം. ഇനി നിലവിലുള്ള പ്രൈസിൻ്റെ താഴെ ഒരു പ്രൈസിലെത്തിയിട്ട് വീണ്ടും നിലവിലുള്ള പ്രൈസിലെത്തിയാൽ സെല്ലാവണം. അപ്പോൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? സെൽ സ്റ്റോപ്പ് ലിമിറ്റ്. സെൽ സ്റ്റോപ്പ് ലിമിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്രോക്കറുടെ പാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഓർഡർ ടൈപ്സ്. അപ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കണമെങ്കിൽ അറിയേണ്ട ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഓരോരോ പീസായിട്ടാണ് പഠിച്ചു പോണത് അല്ലേ. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക അല്ലേ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും കണക്ട് ചെയ്യാനുണ്ട്. ഏതൊക്കെ പെയറുകളിലാണ് ട്രേഡ് ചെയ്യേണ്ടത് അത് മനസ്സിലാവാൻ നമുക്ക് കുറവ് സ്പ്രെഡുള്ള പെയേഴ്സ് നോക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, സ്പ്രെഡ് എങ്ങനെ നമുക്ക്
മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ടാർജറ്റിലേക്കുള്ള ദൂരം എങ്ങനെ അളക്കാം. നമ്മൾ ടാർജറ്റിലേക്കുള്ള ദൂരം അളക്കേണ്ട കാര്യമില്ല, സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം നമ്മൾ എങ്ങനെ അളക്കാം, അതാണ് നമ്മളുടെ റിസ്ക്. അങ്ങനെയെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാപിറ്റലിന് അത് എത്ര ക്വാണ്ടിറ്റി വാങ്ങിയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസ്കിൽ നിൽക്കുക അല്ലേ. ഇനി അത് ഏത് ഓർഡർ ഇട്ട് വാങ്ങണം അല്ലേ. അപ്പം ഇതെല്ലാം ആണ് ഒരു ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ. ഓക്കെ അല്ലേ. ഓക്കെ, പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു കൊച്ചു പാർട്ടാണ്, ഓർഡർ ടൈപ്സ് അല്ലേ. അപ്പം ഇനി നമുക്ക് പതുക്കെ ഈ ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം. അപ്പോൾ ചാർട്ട് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചാർട്ട് അനാലിസിസ് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ ചാർട്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ, അതിപ്പോൾ ഒരു സ്റ്റോക്ക് ആവാം, ഒരു ഉൽപ്പന്നം, ചരക്ക്, കൊമോഡിറ്റി ആവാം, കറൻസി ആവാം, അതിൻ്റെ പ്രൈസ് ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് മൂവ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് ചാർട്ട് കാണിച്ചു തരുന്നത്. സമയം കടന്നു പോകും തോറും അതിൻ്റെ വില എങ്ങനെയാണ് ഉയർന്നത് താഴ്ന്നതാണ് നമുക്ക് ചാർട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കലി ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് എന്നുള്ള പേരിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ ഗ്രാഫ് നമ്മൾ എവിടെയൊക്കെയാണ് കാണാറ്? സ്കൂളിൽ പഠിക്കുമ്പോൾ കാണാറുണ്ട്, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ കാണാറുണ്ട്, ECG എടുക്കുമ്പോൾ കാണാറുണ്ട്. പിന്നെ എവിടെയാണ് കാണാറ്? കോവിഡ് വന്ന സമയത്ത് പേപ്പറിൽ കാണാറുണ്ട് അല്ലേ, കോവിഡിൻ്റെ നിരക്ക് കൂടി കുറഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിൽ കോവിഡിൻ്റെ നിരക്ക് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നത് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. എന്നതുപോലെ തന്നെ പ്രൈസ് സമയം കടന്നു പോകും തോറും ഓരോ ദിവസവും എങ്ങനെയാണ് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളതാണ് ചാർട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ചാർട്ട് നമ്മൾ ഡീഫോൾട്ട് എടുക്കുമ്പോൾ അത് 1 ഡേയുടെ ചാർട്ടാണ് കിടക്കണ്ടാവുക. 1 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ ദിവസങ്ങൾ ഉണ്ടാക്കിയ ഫ്ലക്ച്വേഷനാണ്. അപ്പോൾ ബേസിക് ചാർട്ട് എന്ന് പറയുന്നത് ഒരു ലൈൻ ചാർട്ടാണ്. അപ്പോൾ പലതരം ചാർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ പലതരം ചാർട്ടുകൾ കാണാൻ പറ്റും. അതിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ചാർട്ടാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, മെഴുകുതിരി പോലെയുള്ള ചാർട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല ചാർട്ട്സുകൾ കാണാം. അപ്പോൾ എന്താണ് ഈ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളത് കാണാം. ഏരിയ ചാർട്ട്, അതൊരു ഏരിയ ആയിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ കോളം ചാർട്ട്, ഓരോ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്ത വില മാത്രമാണ് ഇതിൽ കാണാം. ഓപ്പൺ ചെയ്തത് ഏത് വിലയൊക്കെയാണ് എന്നുള്ളതിൽ കാണില്ല. ക്ലോസ് ചെയ്ത വില, അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ വൈകിട്ട് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു വിലയാണ് നമുക്ക് കാണാൻ പറ്റുക. ഫോറക്സിൻ്റെ കേസിലാണെങ്കിൽ ക്ലോസ് എന്ന് പറയുന്ന സംഭവമില്ല, അടച്ചിടുന്ന പരിപാടിയില്ല, ജസ്റ്റ് അടയ്ക്കുന്നു, അപ്പോൾ തന്നെ ഓപ്പൺ ആവുന്നു. അപ്പോൾ ആ ഒരു ഡേയുടെ വേർതിരിക്കുന്ന ഒരു പോയിന്റ് 2:30. അപ്പോൾ ഒരു ദിവസം പുലർച്ചെ 2:30 തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ, അടുത്ത ദിവസം പുലർച്ചെ 2:30 വരെയുള്ള പ്രൈസാണ് നമുക്ക് ഈ ലൈൻ ചാർട്ട് കാണിച്ചു തരുന്നത്. അതിൽ ക്ലോസിംഗ് പ്രൈസ് 2:30 എവിടെയായിരുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ബാർ ചാർട്ടിൽ ക്ലോസിംഗ് പ്രൈസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാർട്ടാണ് ഹൈലോ ചാർട്ട്. ഹൈലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് ഇല്ല, ആ ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് നമ്മൾ ജനറലി ട്രേഡേഴ്സ് വിളിക്കുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന അസറ്റിനെയാണ്. EURUSD ആണെങ്കിൽ EURUSD. ആ ഒരു ദിവസം EURUSDയുടെ മൂല്യം എത്ര മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, എത്ര താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതാണ് നമുക്ക് ഈ ഒരു ഹൈലോ ചാർട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് ആ പേരിൽ തന്നെയുണ്ട്, ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഡേ. ഇനി അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചാർട്ടാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പോൾ അതിൽ നമുക്ക് 4 വാല്യൂസാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈലോ ചാർട്ട് ഒറ്റ കളറായിരുന്നു, ബ്ലൂ മാത്രം. പക്ഷേ ഈ ഒരു ചാർട്ട് 2 കളറാണ്. അപ്പോൾ 2 കളറിനെ നമുക്ക് വിളിക്കാം ബുള്ളിഷ് ക്യാൻഡിൽ. ഗ്രീൻ കളറിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാം, റെഡ് കളറിനെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കാം. അപ്പോൾ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സ് മീൻ ചെയ്യുന്നത് മുകളിലേക്ക് പോകുന്നു
അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നു. ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സ് മീൻ ചെയ്യുന്നത് താഴേക്ക് പോകുന്നു അല്ലെങ്കിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി താഴേക്ക് പോയ പാസ്റ്റ് സെൻസും ഉണ്ട്, ഫ്യൂച്ചർ സെൻസും ഉണ്ട്. എൻ്റെ വ്യൂ ഇന്ന് ബുള്ളിഷാണ്, അതായത് ഇന്ന് യൂറോസ്ട്രി മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാനൊരു ബെയറിഷ് ട്രേഡ് എടുത്തു, അതായത് ഞാൻ ഓൾറെഡി ഷോർട്ട് ചെയ്തു എന്നാണ് അർത്ഥം, താഴത്തേക്ക് വിറ്റു അല്ലേ. അപ്പോൾ ഇതിൽ 2 ക്യാൻഡിൽസ് ഉണ്ട്, ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ആ കളറിലുള്ള ഓർത്തിരിക്കാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇറ്റ് മീൻസ് യൂറോ USD ഇന്ന് പുലർച്ചയ്ക്ക് 2:30 തുടങ്ങിയേക്കാളും മേലെയാണ് ഇന്ന് അവസാനിച്ചത്, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് മേലെയാണ് നിൽക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസത്തെ യൂറോ USDയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റെഡ് കളറാണ്, അതായത് അതിന് മുമ്പുള്ള പുലർച്ചെ 2:30 ഓപ്പൺ ചെയ്ത വിലയേക്കാളും വളരെ താഴെയുള്ളൊരു വിലയ്ക്കാണ് ഇന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസാണ് ഇത് വളരെ സിമ്പിളാണ് എക്സാമ്പിൾ. ഇന്നലെ കാലത്ത് 9:15 ഓപ്പൺ ചെയ്ത് ഇവിടെ 3:30 ക്ലോസ് ചെയ്തു ഇവിടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓപ്പൺ ചെയ്ത വിലയും ക്ലോസ് ചെയ്ത വിലയും, അതുപോലെ തന്നെ ഹൈ ലോ ചാർട്ട് നമ്മൾ കണ്ടിരുന്നല്ലോ, അതായത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്. അപ്പോൾ ഈ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റും കൂടിയാണ് നമുക്ക് ഈ ക്യാൻഡിൽസ്റ്റിക് പറഞ്ഞു തരുന്നത്. അതായത് 4 വാല്യൂസ് മാർക്കറ്റ് 9:15, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ 9:15 ഇന്ന് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് എവിടെ വരെ പോയി അല്ലേ, അതാണ് ലോവസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ പിന്നെ കുറേ മുകളിലേക്ക് പോയി, എവിടെ വരെ അന്ന് മുകളിലേക്ക് പോയി, ഉച്ച 12 മണി അല്ലെങ്കിൽ 1 മണിയായപ്പോൾ മുകളിലൂടെ വരെ എത്തി, എത്ര രൂപ വരെ എത്തി, അതാണ് ഒരു ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് 3:30 ആയപ്പോൾ എവിടെ ക്ലോസ് ചെയ്തു, എത്ര രൂപയിൽ ക്ലോസ് ചെയ്തു, അത് ചിലപ്പോൾ അവിടെ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിരിക്കാം, മുകളിലായിരിക്കാം, താഴെയായിരിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓപ്പൺ വാല്യൂ ഓഫ് ദ ഡേ, ലോവസ്റ്റ് വാല്യൂ, ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ഡേ. അപ്പോൾ നമ്മളിതിനെ വിളിക്കുക ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്, OLHC എന്നാണ് വിളിക്കുക. OLHC, ഓപ്പൺ, ലോ, ഹയസ്റ്റ്, H ആൻഡ് C. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം, നമ്മൾ ഈ ക്യാൻഡിലുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ദിവസത്തെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു സമ്മറിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു അല്ലേ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം എന്തുണ്ടായി, ഇവിടെ ഓപ്പൺ ചെയ്തു അല്ലേ, അതിനുശേഷം എന്തുണ്ടായി, കുറച്ച് താഴത്തേക്ക് വീണു, എപ്പോഴോ കുറച്ച് താഴത്തേക്ക് വീണു, അതിനുശേഷം മുകളിലേക്ക് ഒരുപാട് ഇവിടെ വരെ മുകളിലേക്ക് കയറിപ്പോയി, അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് ക്ലോസ് ആയി അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്തു, ഒരു സ്ഥലത്ത് ലോവസ്റ്റ് പോയിന്റ് വരെ പോയി, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം പ്രൈസ് മൂവ് ചെയ്തതിൻ്റെ ഒരു സമ്മറിയാണ് നമുക്ക് ഇതിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എന്താ പറയുക, ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാം. അപ്പോൾ ഒരു ദിവസം മാർക്കറ്റ് ഏതോ ഒരു പോയിന്റിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് പോയി, അതിനുശേഷം എപ്പോഴൊക്കെയോ മുകളിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും മാക്സിമം പോയതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ, ലോ ആൻഡ് ഹൈ ആൻഡ് ക്ലോസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കണത് അത്രയാണ്. പിന്നെ പല പല ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഉണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. ഫോർ എക്സാമ്പിൾ വാൽനക്ഷത്രം, ഷൂട്ടിംഗ് സ്റ്റാർ, ഇതുപോലൊരു പാറ്റേൺ, വലിയ വാല് മുകളിലേക്കായിട്ട് ചുമന്ന തീ പോലെയുള്ളൊരു ഉൽക്ക അല്ലെങ്കിൽ വാൽനക്ഷത്രം എന്ന് പറയും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതാണ് പറയാം. ഓക്കെ, അതുപോലെ പല പല ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ബേസ് ചെയ്തിട്ട് ആൾക്കാർ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇതാണ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 10% 20% നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഭംഗിയായിട്ട് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടൂൾസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ട്രേഡിംഗ് വ്യൂ എന്നടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് ഇതുപോലൊരു സിമ്പിൾ വരും. അതിൻ്റെ ഫസ്റ്റ് പേജിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യണം ആദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ
ഇപ്പോൾ എൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇവിടെ കാണുന്നത് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ആയിരിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് സോംസൺ അരിക്കാട്ട്, അപ്പോൾ ആ ഗൂഗിൾ അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. അതുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഗൂഗിൾ ക്രോം പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ചാർട്ടിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ലോഗിൻ ആയോ എന്ന് ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഈ ടോപ്പിൽ ഈ ഹെഡറിൽ പോയിട്ട് ഇവിടെ താഴെ സൈൻ ഔട്ട് എന്ന് കാണണം, അതായത് പുറത്തേക്കുള്ള വാതിൽ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ അകത്താണ്, നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്തിനാണ് ഇത് എൻ്റർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വക കാര്യങ്ങൾ വരച്ചാലാണ് പിന്നെ വന്ന് നോക്കുമ്പോൾ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ലോഗിൻ ചെയ്ത് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എപ്പോഴും നമുക്കിത് ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു 10 മിനിറ്റ് എടുത്താലും അത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഫാർ ബെറ്റർ. അപ്പോൾ വളരെ സ്മൂത്തായിരിക്കും. ട്രേഡിംഗ് വ്യൂ എന്നടിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ വിൻഡോസിലാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് PC-യിലാണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് അടിക്കുക, ഡെസ്ക്ടോപ്പ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂയുടെ ഈ ഫസ്റ്റ് കാണുന്ന ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്നുള്ള പേജിൽ പോയാൽ ഇവിടെ കാണാം വിൻഡോസ്, യൂസേഴ്സിന് വിൻഡോസ്, മാക്, ലിനക്സ് ഒക്കെ കാണാം. അപ്പോൾ അതിൽ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം ഇത് കുറച്ച് നേരം പിടിക്കും ഇൻസ്റ്റാൾ ആവാൻ, 141 MB ഉണ്ട്. അതിന് ശേഷം അത് റൺ ചെയ്യുക, നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പ്രോഗ്രാമായിട്ട് അത് ഓപ്പൺ ചെയ്ത് വരും. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചാർട്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. കാൻഡിൽസ്റ്റിക് ചാർട്ടായിരിക്കും ഡീഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ പല ടൈം ഫ്രെയിംസ് ഉണ്ട്. ടൈം ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ, ഇതിലൊരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ എത്ര സമയമാണ് നമുക്ക് കാണിച്ചു തരണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ എത്ര സമയമാണെന്നുള്ളതാണ്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുക 1 ഡേയുടെ ചാർട്ടായിരിക്കും. 1 ഡേയുടെ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ഓരോ ദിവസങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അതായത് ഇവിടെ നമുക്ക് ഈ വാട്ടർമാർക്ക് ചിലപ്പോൾ കാണണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് 1 ഡേ എന്നുള്ളത് കാണാം. അപ്പോൾ ഈ വാട്ടർമാർക്ക് കണ്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എടുക്കുമ്പോൾ ഇത് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർമാർക്ക് കാണണമെങ്കിൽ മുകളിൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു പടം ഉണ്ട്, കണ്ടോ? ഈ സെറ്റിങ്സിൽ പോയിട്ട് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു പിക്ചർ ഉണ്ട്, ഒരു പെൻസിലിൻ്റെ പിക്ചർ ഉണ്ട്. അതിൽ പോയിട്ട് ഈ വാട്ടർമാർക്കിൽ നമ്മൾ ഈ ടിക്കറും ഇൻ്റർവെല്ലും ഒക്കെ നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഷോർട്ട് നെയിം, അതായത് 6 അക്ഷരങ്ങളുള്ള ഒരു നെയിം, EURUST അബ്രീവിയേഷൻ. ഇനി ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ കറൻസിയുടെ പേര്, അതായത് യൂറോ ആൻഡ് US ഡോളർ. ഇനി ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സമയമാണ് ഓരോ ക്യാൻഡിൽസുകളും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ഡേയുടെ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ പല ട്രേഡേഴ്സും പല ചാർട്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്. അപ്പോൾ ചില ഫോറക്സിൽ 1 ഡേ നോക്കുന്ന ആൾക്കാർ വളരെ റയറാണ്. കൂടുതലും സ്വിംഗ് ട്രേഡേഴ്സ് 4 അവർ ചാർട്ടാണ് നോക്കുക. ജനറലായിട്ട് 4 അവർ ചാർട്ടാണ് നോക്കുക. അപ്പോൾ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസത്തിനേക്കാളും അധികം സമയമെടുക്കുന്ന ട്രേഡുകൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു വേർഡാണ് സ്കാൽപ്പിംഗ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ടൊരു ട്രേഡ് എടുത്തിറങ്ങാം. അപ്പോൾ രാത്രി 8 മണിക്ക് ഒരു ട്രേഡ് എടുത്തു, അത് 8:15 അവസാനിക്കും. സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിക്കൊരു ട്രേഡ് എടുത്തു, അത് ചിലപ്പോൾ 3-4 ദിവസമോ ചിലപ്പോൾ 1-2 ആഴ്ചകളോ എടുത്തിട്ടാണ് അവസാനിക്കുക. അപ്പോൾ സാധാരണ നിലയ്ക്ക് എല്ലാ ട്രേഡേഴ്സിനും നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നു, സ്കാൽപ്പേഴ്സ് ആൻഡ് സ്വിംഗ് ട്രേഡേഴ്സ്. വളരെ ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സിനെ സംബന്ധിച്ചിടത്തോളം 1-2 ആഴ്ചയൊക്കെയാണ് മാക്സിമം ഹോൾഡ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ദിവസം എടുക്കുന്നു. ചിലപ്പോൾ ഒരു 3 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും, ചിലപ്പോൾ ഒരു 2 ആഴ്ച വരെയൊക്കെ എടുക്കും. ഏകദേശം ഒരു 2-3 ദിവസം തുടങ്ങി 2-3 ആഴ്ച വരെയുള്ള ഒരു ടൈമാണ് അത്. ആ ട്രേഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആ ടൈം ഫ്രെയിംസ് മാറ്റാനുള്ള ഒരു സെക്ഷനാണിത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റി 1 അവർ ആക്കാം. 1 അവർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ഓരോ മണിക്കൂറുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഈവൻ ഫർദർ 1 മിനിറ്റ് വരെ ആക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോയിസ്റ്റിയിലുള്ള ഓരോ മിനിറ്റുകളാണ്. അപ്പോൾ ഒരു മിനിറ്റിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ
പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ വൺ ഡേയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രത്യേകിച്ച് വലിയ മൂവ്മെൻ്റ് ഒന്നും കാണാൻ പറ്റണമെന്നില്ല. കാരണം ഒരു ദിവസത്തെ ക്യാൻഡിലാണ്, അപ്പോൾ അതിൽ ചെറിയ മൂവ്മെൻറ്റുകൾ ഉണ്ടായാൽ നമ്മൾ അറിയില്ല. 1 മിനിറ്റിൻ്റെ ചാർട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടാ ചെറിയ പിപ്പറ്റായിട്ടാണ് മൂവ് ചെയ്യണത്. വെച്ചാൽ ഈ വേറൊരു ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. 1 മിനിറ്റിൻ്റെ ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇതാ 1 മിനിറ്റിൻ്റെ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടപ്പടപ്പേന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഓരോ മിനിറ്റുകളിലും അങ്ങനെ എന്തൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. 1 മിനിറ്റിൻ്റെ ഓപ്പൺ വാല്യൂ, ഹയസ്റ്റ് പോയിൻ്റ്, ലോവസ്റ്റ് പോയിൻ്റ് ആൻഡ് ക്ലോസിങ് പോയിൻ്റ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മിനിറ്റിൽ ഓപ്പൺ ചെയ്തതിന് മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ കാൻഡിലായിട്ടാണ് കാണിക്കുക. എന്നാൽ നേരെ മറിച്ച് 1 മിനിറ്റിൽ ഓപ്പൺ ചെയ്തതിന് താഴെയുള്ളൊരു വിലയിലാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്തപ്പോൾ 1001 രൂപയിൽ എൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ഇതിൽ പല പല ടൈം ഫ്രെയിംസ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജികൾ പഠിക്കുമ്പോൾ ഓരോ ടൈം ഫ്രെയിംസിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ നമ്മൾ എടുത്തു പറയും ഈ സ്ട്രാറ്റജി 1 ഡേയുടെ ചാർട്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി 4 അവറിൻ്റെ ചാർട്ടിലാണ് നമ്മൾ നോക്കേണ്ടത്, അതിൽ താഴേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക എവിടെയാണ് അത് കിടക്കുന്നത്. ഇനി മറ്റു മിസ്കേലിനിയസ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഇതിനുള്ളിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രൈസ് ലെവൽ നോട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ, അതായത് ഭൂമിക്ക് സമാന്തരമായിട്ടുള്ള ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തു. നമ്മൾ വിചാരിക്കുകയാണ് ഇവിടം വരെ അത് താഴേക്ക് വന്നാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ആരോസ് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഷോർട്ട് ആരോസ് യൂസ് ചെയ്യാം. അതുതന്നെ 2 കളറിൽ ഗ്രീനും റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പല ഇമ്പോർട്ടൻറ്റ് ലെവൽസുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കണേ എന്നുള്ള കാരണങ്ങളൊക്കെ എഴുതാൻ ഒരു ടെക്സ്റ്റ് നോട്ട് പാഡ് ഫയലുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നു സെൽ ഹിയർ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സെല് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്, ഇവിടെ ഒരു മെഷർ ടൂൾ ഉണ്ട്. ഈ മെഷർ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പിപ്സൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്ര പിപ്സ് ആണെന്ന് ചോദിച്ചാൽ 91 പിപ്സ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അളക്കാനുള്ള ടൂളാണ് മെഷർ ടൂൾ. അത് ഈ ടൂൾ കിറ്റിൽ നടുക്കാണ് കിടക്കുന്നത്, ഏറ്റവും സെൻറ്ററിലുള്ള ടൂളാണ് മെഷർ ടൂൾ. അങ്ങനെ പിന്നെ നമുക്കൊരു ഏരിയയൊക്കെ ആയിട്ട് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ചാർട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻഡിലുള്ള കുറച്ച് സമയത്തേക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ഇൻ ബട്ടൺ അടിച്ചിട്ട് ഈ 2 മാത്രം എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ എൻഡ് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് ഇങ്ങനെ ചുരുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത്ര ഒരു ഏരിയ കാണണം എന്ന് വിചാരിച്ചോ, സൂം ചെയ്ത് കാണണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സൂം എടുത്തിട്ട് ഇവിടം തുടങ്ങി ഇവിടം വരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരയ്ക്കും. അപ്പോൾ അത്ര ഏരിയ നമുക്ക് വലുതായി കാണാം. ഓക്കെ, അതാണ് സൂം ഇൻ ഔട്ട്. അപ്പോൾ നമുക്ക് അത്ര ഏരിയ വലുതായി കണ്ടിട്ട് പിന്നെ നമുക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ വെറുതെ ഈ മൈനസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലെൻസ് അകലേക്ക് വന്നു. അപ്പോൾ ഇത് ലെൻസ് വെച്ച് അല്ലെങ്കിൽ ബൈനോക്കുലർ വെച്ച് അടുത്തേക്ക് നോക്കണ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറയിൽ നമ്മുടെ ആ ചാർട്ടിനെ സൂം ചെയ്യണ പോലെയാണ് നമുക്ക് ഈ സൂമിനും സൂം ഔട്ടും. അപ്പം ഇത്രയ്ക്കൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന, ഇതുപോലെയൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ. നമ്മൾ ഓരോ സ്ട്രാറ്റജികൾ പഠിക്കുമ്പോഴും പല പല സിനാരിയോസിലും വീണ്ടും ഇതിലത്തെ പല പല ഷേപ്സുകളൊക്കെ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്ക് ഒരു പെയർ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ളൊരു ലിസ്റ്റാണിത്, വാച്ച് ലിസ്റ്റാണിത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പെയർ ആരോ പറഞ്ഞു അത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചു. അതിൻ്റെ പേര് UST. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഈ ഒരു കോളത്തിലേക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ അമർത്താം, അതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ റീസൈക്കിൾ ബിന്നായിട്ടാണ് കിടക്കുക, ആഡ് ചെയ്തതൊക്കെ പ്ലസ് ആയിട്ടാണ് കിടക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊരു മൾട്ടിപ്പിൾ പെയേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അലേർട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ്.
അലേർട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പ്രൈസ് വരുമ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പ്രൈസ് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ നമുക്കൊരു അലേർട്ട് വെക്കാം അല്ലേ, ഇങ്ങനെ ഒരു അലേർട്ട് വെക്കാം. ഇവിടെ ഒരു അലേർട്ട് വെക്കണമെന്ന് വിചാരിച്ചോ. വീണ്ടും ഈ ലെവലിലെത്തിയാൽ നമുക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്. കാരണം എന്താ, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും. ഇതിനെ സപ്പോർട്ട് എന്നാണ് വിളിക്കുക. അതായത് മാർക്കറ്റ് പല പ്രാവശ്യം ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട് അല്ലേ, 2 പ്രാവശ്യം ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലെത്തുമ്പോൾ വീണ്ടും കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തോരം കയറിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു മാഗ്നറ്റിക് റിപ്പൾഷൻ സോൺ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂ നോക്കി വെക്കും. ഫോർ എക്സാമ്പിൾ 1.3550. എന്നിട്ട് ഇവിടെ അലേർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും 1.3550. എന്നിട്ട് എൻ്റെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മൊബൈലിൽ ഒരു ബെല്ലടിക്കും. കണ്ടോ, ഒരു ഡോട്ടഡ് ലൈൻ വന്ന് എടുക്കുന്നുണ്ട്. കണ്ട, ഞാൻ കുറച്ചൊന്ന് അകത്തിയിടാം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബെല്ല് വരും. അപ്പോൾ അതിനെയാണ് അലേർട്ട് വെക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ചാർട്ട് എങ്ങനെയാണ്, ഇതെന്താണ് ചാർട്ട്, പലതരം ചാർട്ടുകൾ, പല പല ടൂൾസുകൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രേഡിംഗ് വ്യൂ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഓൾറെഡി ആരെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഓൾറെഡി കേട്ടില്ല. ട്രേഡിംഗ് യൂസ് ചെയ്യുന്നവരുണ്ടെന്നല്ലേ? അതെ അതെ, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ആരാണ് ആദ്യമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഇതുവരെ ഉപയോഗിക്കാത്ത വല്ലവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? ഇതുവരെ ഉപയോഗിക്കാത്ത, പരിചയമില്ലാത്ത വല്ലവരും? ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഉപയോഗിക്കാത്തവർ പ്രത്യേകിച്ചും കുറച്ച് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഗൂഗിളിൽ പോയിട്ട് ട്രേഡിംഗ് വ്യൂ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളൊന്നും എടുത്ത് നോക്കണമെന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ മാർക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ആ വാട്ടർ മാർക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കാണാം, ക്യാൻവാസിൽ, ക്യാൻവാസിൽ ഇവിടെ കിടക്കുന്നുണ്ട് വാട്ടർ മാർക്ക്. അതുപോലെ തന്നെ ഈ ടൈം ഫ്രെയിംസ് ഒക്കെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. അതിൽ എത്ര ടൈം ഫ്രെയിംസ് ഉണ്ട് അല്ലേ? 12 മാസത്തെ ടൈം ഫ്രെയിം തുടങ്ങി 1 മിനിറ്റ് വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ 12 മാസം ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു വർഷം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്നതൊക്കെ ഓരോ വർഷങ്ങളാണ്. ഇതിൽ കാണുന്നതൊക്കെ ഓരോ വർഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പരിചിതമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന, ഇതുവരെ കേട്ടാൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന വല്ല ഫോറക്സ് പെയേഴ്സ് ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ചല്ലോ, യൂറോ USD ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയർ. അപ്പോൾ EUR/USD അടിക്കുക, അതിവിടെ ബട്ടൺ പ്ലസ് അമർത്തി ആഡ് ചെയ്ത് നോക്കുക, വാച്ച് ലിസ്റ്റിലേക്ക് വരുന്നില്ലേ നോക്കുക. ഇനി ടെമ്പററി ആയിട്ട് നമുക്കൊരു അസറ്റ് എടുത്തിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ EUR/USD. പക്ഷെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വേണമെങ്കിലാണ് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചാർട്ടിലേക്ക് പോകാം, ഇവിടെയും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനുള്ളിൽ നമ്മൾ പഠിച്ച ലൈൻസും, അതുപോലെ പിന്നെ എന്തൊക്കെയാണ്, നമുക്ക് ടെക്സ്റ്റ് അതുപോലെ ഉള്ള കാര്യങ്ങൾ, മെഷർ ടൂള്, പിപ്സ് മെഷർ ചെയ്യുന്ന ടൂള്, എത്ര പിപ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ വർഷത്തിൻ്റെ ചാർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തപ്പോൾ കണ്ട ഒരുപാട് പിപ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു 1 അവറിൻ്റെ ചാർട്ടിലൊക്കെ നോക്കുക. 1 അവറിൻ്റെ ചാർട്ടിൽ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നിടത്തുനിന്ന് ഈ ലോവസ്റ്റ് പോയിന്റ് വരെ എത്ര പിപ്പാണെന്നൊക്കെ അളന്ന് നോക്കുക. ഈ മെഷർ ടൂളാണ് അതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. സൂം ഇൻ ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. അപ്പോൾ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും നമുക്ക് ഈ ടൂൾസുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മൗസ് പ്ലസ് കൺട്രോൾ ബട്ടണും ഉപയോഗിക്കാം. മൗസ് പ്ലസ് കൺട്രോൾ അമർത്തിയിട്ട് നമ്മൾ ഈ ചാർട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മൗസ് ഇരിക്കുന്നത് ഈ 1 അവറിൻ്റെ 1 എഴുതിയേക്കണതിൻ്റെ നേരെയാണ്. എന്നിട്ട് ഞാൻ ഈ മൗസ് കൺട്രോൾ അമർത്തിയിട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അവിടേക്കാണ് സൂമായി വരാം. ആ ഒരു ക്യാൻഡിൽ കണ്ട, ആ ഒരു ക്യാൻഡിലാണ് സൂമായി വരാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ വെറുതെ നമ്മൾ കൺട്രോൾ അമർത്താതെ, കീബോർഡിൻ്റെ കൺട്രോൾ അമർത്താതെ വെറുതെ മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു എഫക്റ്റാണ്. അതായത് റീസെൻറ്റ് പ്രൈസ് സൂമായി വരും. സൂം ഔട്ട് ചെയ്യണമെങ്കിൽ അതിനു മുമ്പുള്ള ഒരുപാട് ക്യാൻഡിൽസുകൾ ഇതുപോലെ തിന്നായിട്ട് വരും.
പിന്നെ അവസാനത്തെ സ്ഥലത്തേക്ക് നമുക്ക് സൂം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വെറുതെ മൗസ് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി, സൂംഡ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരിക. അടുത്ത ദിവസം നമുക്ക് ഈ ചാർട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള കുട്ടൻസ് എന്താണ്, ഇതെന്തുകൊണ്ടാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുക, അപ്പോൾ ഇതിനൊക്കെ എത്രമാത്രം വിജയസാധ്യതയുണ്ട് അല്ലേ, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോവോ താഴത്തേക്ക് പോവോ എന്നുള്ളതൊക്കെ നമ്മളെങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അത് പ്രഡിക്റ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് ട്രേഡ് എടുക്കാൻ വേണ്ടി ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് അല്ലേ. ബാക്കിയൊക്കെ ജനറൽ നോളജാണ്. ഇതിൽ ഏത് ഒരു പെയർ എവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുള്ളൊരു വ്യൂ ഉണ്ടാക്കാനാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ്. അതായത് ഈ ചാർട്ട് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പല പല സൂത്രങ്ങളൊക്കെ നോക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകുന്നത് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് ടെക്നിക്കൽ അനാലിസിസ്. അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ എന്ന് പറയും. ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് പ്രൈസ് ആക്ട് ചെയ്തത്, മൂവ് ചെയ്തത്, അതിനെ പഠിച്ചുകൊണ്ട് ഇനി ഭാവിയിൽ പ്രൈസ് എങ്ങോട്ട് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്ന പരിപാടിയാണ് പ്രൈസ് ആക്ഷൻ. അപ്പോൾ നമുക്കത് അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു സെക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടോ? കുറേ കാര്യങ്ങൾ ഇന്ന് കണ്ടു അല്ലേ. മുമ്പ് പഠിച്ച കാര്യങ്ങൾ തരമായിട്ട് റിവൈസ് ചെയ്തു. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നമ്മൾ പലതരം ഓർഡർ ടൈപ്സ് കണ്ടു. അപ്പോൾ അത് അടുത്ത സെക്ഷനിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് ബ്രോക്കറുടെ ടെർമിനലൊക്കെ പരിചയപ്പെടാം. അപ്പോൾ അതിന് ശേഷം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലും മതി. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ കണ്ട എന്താണ് ട്രേഡിംഗ് വ്യൂ. ഇതിൽ കുറച്ച് മെയിൻ ഫങ്ഷൻസും ടൂൾസുകളും നമ്മൾ കണ്ടു. പിന്നെ അലേർട്ട് വെക്കാൻ അല്ലേ, മറക്കണ്ട അലേർട്ട് വെക്കാൻ. അപ്പോൾ പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ വെക്കാം. ആ ലൈൻ എടുത്ത് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അലേർട്ട് വെക്കാം അല്ലേ, അലേർട്ട് വെക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ പ്രൈസ് മാനുവലി അടിച്ചു കൊടുക്കാം. 0.5626 എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ അതിലൊരു അലേർട്ട് പ്ലേസ് ആവും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ ഇനി ഡൗട്ട് ഉണ്ടാവുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ്. അത് ചെയ്ത് നോക്കി കഴിഞ്ഞാലാണ് ഇതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ ഡൗട്ട് വരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ടോപ്പിക്കുകളിൽ ഇന്നലത്തെ ക്ലാസ്സിലോ ഇന്നത്തെ സ്റ്റാർട്ടിങ് റിവിഷനിലോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതിലോ ഓർഡർ ടൈപ്സിലോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം കേട്ടോ. ശരി. താങ്ക് യു സർ. Okay, thank you. Fine.